ഇപ്പോൾ VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ ഒടുവിൽ അതിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഈ വിവാദമുണ്ടായ ആദ്യ ദിവസം തന്നെ എടുക്കേണ്ട തീരുമാനമായിരുന്നില്ലേ അത് എന്ന ചോദ്യമാണ് താങ്കളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അല്ല, ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ നേരത്തെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഗവൺമെന്റും മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചൊരു പാർട്ടി എന്ന നിലയിൽ ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ താമസം ദിന നടപടി എടുക്കുകയും അദ്ദേഹത്തെ സുപ്രധാനമായ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റി അപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ശിക്ഷണ നടപടി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരായി ഇപ്പോ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ ഈ നടപടിയെ കാണുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആവശ്യം. അതുകൊണ്ട് അത് ഇപ്പൊ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അത് സ്വാഗതം ചെയ്തു. അല്ല, ഇത് എന്തിനാണ് ഈ തീരുമാനം, ഈ ഒരു പുറത്താക്കൽ, ഈ സ്ഥാനമാറ്റം എന്നത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം മനോജ് എബ്രഹാമിന് ചുമതല ഏൽപ്പിച്ചു. ബറ്റാലിയൻ ADGP ആയി അജിത് കുമാർ തുടരും, ഇത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ഒരു മാസമായി ഇദ്ദേഹത്തിനെതിരെ വിവിധ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് മാത്രമേ ആ വാർത്താക്കുറിപ്പിലുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ മാറ്റം എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശ്രീ സുനിൽകുമാർ, പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടായ ഡാമേജ്, അല്ലെങ്കിൽ ആ ഡാമേജ് അത് ഈ ദിവസം ചെല്ലുന്തോറും അത് കൂടിക്കൂടി വരികയായിരുന്നല്ലോ അല്ലേ? അല്ല, അതായത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരു കേവലം ഒരു ഗവൺമെന്റ് മാത്രമല്ലല്ലോ. ആ ഗവൺമെന്റിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ എല്ലാ തലത്തിലും, അത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ഭരണതലത്തിലാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ അത് നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഒരു സുപ്രധാന പോസ്റ്റിലിരിക്കുന്ന, അത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥൻ RSS പോലെയുള്ള സംഘടനയുടെ മേലാളന്മാരായിട്ട് ആൾക്കാരുമായി നിരന്തരം ചർച്ച നടത്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച നടപടിയായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടത്. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം അതിനെ നമുക്ക് മറികടക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് CPI അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ മാറ്റിയേ പറ്റൂ എന്ന് പറയുകയുണ്ടായി. അപ്പോ മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറഞ്ഞനുസരിച്ച് അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അന്വേഷണ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇനി ആ അന്വേഷണത്തിന്റെ ഉള്ളറകളിലേക്ക് പരിശോധിച്ചാൽ അത് എന്തിനു പോയി, എന്താണ് സംസാരിച്ചത്, എന്തായിരുന്നു ഉദ്ദേശം എന്നുകൂടി വ്യക്തമാക്കുമ്പോൾ കൂടുതൽ നടപടി വേണമോ വേണ്ടയോ എന്നുള്ളത് കൂടി ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. അത് ആ ഘട്ടം കൂടി വരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ ഈ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി എന്നത് യഥാർത്ഥത്തിൽ ഒരു ശിക്ഷണ നടപടിയോ ഒന്നുമായി കാണാൻ കഴിയില്ല. അതൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥലം മാറ്റം എന്നാണ് അതിനെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ RSS നേതാക്കളെ തുടർച്ചയായി കണ്ടു. ഇപ്പോൾ ഹൊസബല്ലയെ കണ്ടു, റാംമാധവിനെ കണ്ടു. അങ്ങനെ 2 കൂടിക്കാഴ്ചകൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടന്നു. അതിനെപ്പറ്റി DGP ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ കുറെ കൂടി നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ പോകേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ശിക്ഷണ നടപടിയല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ഏറ്റവും സുപ്രധാനമായ തസ്തികയിലിരിക്കുന്ന ഒരു IPS ഓഫീസറെ അപ്രധാനമായ തസ്തികയിലേക്ക് മാറ്റി എന്ന് പറയുന്നത് ശിക്ഷണ നടപടി അല്ലാതെ പിന്നെ എന്താണ്? അത് ശിക്ഷണ നടപടി തന്നെയാണ്. ആ ശിക്ഷണ നടപടി മതിയോ മതിയാകില്ല എന്ന കാര്യം ഇനിയുള്ള ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫർദർ ആക്ഷനും കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. CPI സംബന്ധിച്ചിടത്തോളം ആ ആക്ഷൻ എന്താണ് വരുന്നത് കൂടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ അതിൽ ചാടിക്കയറി ഇന്നത് പോരാ, ഇന്നത് എന്നത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നടപടി വേണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തുന്നതാണ് ഉചിതം. ഞാനത് പറയുന്നത് ശരിയായില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി. അല്ല ശ്രീ സുനിൽകുമാർ, ഞാൻ ചോദിച്ചത്, ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്താക്കുറിപ്പിൽ ഇതൊരു സ്ഥലം മാറ്റം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥലം മാറ്റം എന്നത് ഏതെങ്കിലും ഒരു നടപടിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശിക്ഷണ നടപടിയായി കാണാൻ കഴിയുമോ എന്ന ചോദ്യം താങ്കളോട് ഉന്നയിച്ചത്. അല്ല, പേര് സ്ഥലം മാറ്റുന്നതാണോ അല്ലെങ്കിൽ തസ്തിക മാറ്റുന്നതാണോ എന്നൊക്കെ പറഞ്ഞാൽ ശരി, നമ്മൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്ന എന്തായാലും അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തിരിക്കല്ലോ. അദ്ദേഹത്തെ വളരെ DGP കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പിന്നെ ക്രമസമാധാന ചുമതലയുടെ ADGP എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക. നമ്മുടെ ജില്ലാ സ്റ്റേറ്റിൽ ഒരുപാട് ADGP ഉണ്ടല്ലോ.
ആ ADGP ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റഡിയിലിരുന്ന ആളാണല്ലോ അജിത് കുമാർ എന്ന് പറയുന്ന IPS ഓഫീസർ. അയാളെ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറ്റി അപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ സ്ഥലമാറ്റം എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ശിക്ഷണ നടപടിയായിട്ട് തന്നെയാണ് അത് കാണേണ്ടി വരിക. അതാണ് അതിന് ശരി. അതല്ല ഇനി കൂടുതൽ ശിക്ഷണ നടപടി ആവശ്യമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പഠിച്ച ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കിയ ശേഷം അതിൽ മറുപടി പറയുന്നതാണ് നല്ലത്. താങ്കൾ ഈ വിഷയത്തിൽ ആദ്യം നടത്തിയ പ്രതികരണത്തിൽ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പൊക്കെ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന മറ്റുള്ളൊരു വിവരാവകാശ രേഖ പുറത്തു വന്നു. അത്തരമൊരു രേഖ പുറത്തുവിടാൻ കാരണക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ പിന്നീട് നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 32 ദിവസം ഈ വിഷയത്തിൽ നാടകീയമായ പല നീക്കങ്ങളും ഒക്കെ കണ്ടു. അത്തരത്തിലുള്ള ഒരു നീക്കവും ആവശ്യമുണ്ടായിരുന്നില്ല. ഗുരുതരമായ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അത് പുറത്തു വന്ന് ഈ ഉദ്യോഗസ്ഥൻ തന്നെ ആ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ ഓഫീസിനോടും. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇത് വഷളാകാതെ ഇത്രയും വെച്ച് താമസിപ്പിക്കാതെ ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു ആയുധം കൊടുക്കാതെ ഒക്കെ തീർക്കാമായിരുന്നു എന്ന ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, നിങ്ങളെ രണ്ടും കൂട്ടിക്കുറയ്ക്കരുത്. കാരണം ഞാൻ വിവരാവകാശം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ADGPയുമായി ബന്ധപ്പെട്ട RSS കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലല്ല. ഞാൻ വിവരാവകാശം കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വേണമെന്നുള്ള കാര്യമാണ്. അത് ഈ ADGP തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ വെച്ചാണ് ഞാൻ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണത്തെ കുറിച്ചുള്ള വിവരാവകാശം കൊടുത്തിട്ടില്ല. അത് രണ്ടായി കാണണം. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി DGP നടത്തുന്ന അന്വേഷണം ഈ തൃശ്ശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തുന്നതിൽ സമഗ്ര അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട ഘടകം ADGP കാണിച്ചിട്ടുള്ള പിഴവിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അത് മറ്റ് രണ്ട് തലത്തിലുള്ള അന്വേഷണങ്ങൾ ADGP നടത്തുമ്പോൾ ADGPമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുമ്പോൾ ഈ കാര്യം DGPയുടെ തലത്തിലുള്ള അന്വേഷണമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ആ വിഷയവും ഇപ്പോ അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിച്ചിരിക്കുന്ന വിഷയവും അതോടൊപ്പം തന്നെ ഞാൻ വിവരാവകാശം കൊടുത്തിരിക്കുന്ന വിഷയമൊക്കെ തന്നെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് സംസാരിച്ച ആളുകൾക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കിയത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ADGP RSSുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ അഭിപ്രായം CPI പറയുകയും അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോ ഗവൺമെന്റ് പറഞ്ഞു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടൊരു കാര്യം അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഉടനെ നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് കരുതുകയും അതിനുവേണ്ടി രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് കാത്തിരിക്കുകയും ചെയ്തു. ഇന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നു. ഞായറാഴ്ചയായിട്ട് പോലും വൈകുന്നേരത്തിന് മുമ്പായി ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്ന് മാറ്റുകയും താഴെയുള്ള ഒരു പോസ്റ്റിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിന്റെ നടപടിക്രമങ്ങളും ഇനിയും വരാനിരിക്കുന്നുള്ളൂ. അത് വരട്ടെ. ഏതായാലും അത് കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് താങ്കൾക്കൊരു അഭിപ്രായമില്ലേ? അല്ല, അതിലെ ചില ഘടകങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിലും ഈ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തമ്മിൽ വിദൂരമായ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് അന്വേഷിക്കുകയാണല്ലോ. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട്, ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് അതിനു വേണ്ടി ശ്രമിച്ചു എന്ന കാര്യം ജനങ്ങൾ അറിയണം. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഈ പൂരം അലങ്കോലപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടന്നുവെന്നും അതിൽ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾക്ക് പങ്കാളിത്തമുണ്ടായിരുന്നുള്ള പ്രചരണം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന RSSന്റെ ശ്രമം എന്താണ്? അതിനെ വർഗീയവൽക്കരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തെ വളരെ സ്വതന്ത്രമായ രീതിയിൽ സമഗ്രമായി അന്വേഷിച്ച് ആ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിൽ ADGPയുടെ ബന്ധമുണ്ടോ, ആ ബന്ധം ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. ശരി, നന്ദി ശ്രീ VS സുനിൽകുമാർ പ്രതികരിച്ചതിന്. ഇതൊരു ശിക്ഷണ നടപടി തന്നെയാണ്, ആ മട്ടിലാണ് കാണേണ്ടത്. അതല്ലാതെ ഒരു കേവലം സ്ഥലമാറ്റം എന്ന നിലയിൽ അതിനെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്.